ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ. മാവൊക്കെ കുഴയ്ക്കാനും മടിയുള്ള കൂട്ടുകാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും. എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്, പ്രത്യേകിച്ച് ചൂടുള്ള പത്തിരി മാവൊക്കെ കുഴയ്ക്കാൻ എനിക്ക് കുറച്ച് മടിയാണ്. അതുകൊണ്ട് എനിക്ക് പത്തിരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിന് ഇഷ്ടമല്ല. കാരണം അതുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ സ്ലാബ് ഫുള്ള് വൃത്തികേടാവും. അതുപോലെ തന്നെ പാത്രത്തിൽ കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിലൊക്കെ ഒട്ടി അത് ഉണങ്ങി പിന്നെ അത് കഴുകാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്കൊരു ശമനം കിട്ടിയത് ഇത് വാങ്ങിയതിന് ശേഷമാണ്. ഇത് നല്ല സുഖമായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ആവശ്യത്തിനുള്ള മാവും അതുപോലെ എണ്ണ ഉപ്പൊക്കെ ഇട്ട് ഞാൻ ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തി കുഴയ്ക്കാറ്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിനൊരു ടാഗ് പോലെ കൊടുത്തിട്ടുണ്ട്, അത് ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം കുഴച്ചെടുക്കുക. ഒരു 2-3 സെക്കൻഡ് കുഴയ്ക്കുമ്പോൾ തന്നെ അത് ഉരുണ്ട് കിട്ടും. 1 മിനിറ്റോളമൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ച് കഴിഞ്ഞാൽ നല്ല കുഴങ്ങിയിട്ടുള്ള മാവന്നായിട്ട് കിട്ടും. പിന്നെ അതിന് ശേഷം അതിലെന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ മാവ് കൊണ്ട് തന്നെ ജസ്റ്റ് അതിലൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ, ഉപ്പിയെടുത്ത് കഴിഞ്ഞാൽ മാവ് ഒരു പൊട്ട് പോലും വേസ്റ്റ് ആവാതെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്ത് ടൈപ്പ് മാവ് വേണമെങ്കിൽ, ഇപ്പോൾ നൂലുപുട്ടിനായാലും പത്തിരിക്കായാലും ചപ്പാത്തി അതുപോലെ പിസ്സ അങ്ങനത്തെ സംഭവങ്ങൾ, ഞാൻ പിസ്സയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഒക്കെ കുഴച്ചെടുക്കാൻ കുറച്ച് ലൂസായ മാവാണെങ്കിൽ പോലും നമുക്ക് കയ്യിലാവാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേറെ പാത്രമൊന്നും എടുക്കണ്ട, ചൂടാറാതെ കുറേ നേരമൊക്കെ ഇതിലിരുന്നോളും. സിലിക്കോൺ ആയതുകൊണ്ട് തന്നെ കഴുകിയിടാനും വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. കഴുകാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് മാറ്റിലാണ്. അപ്പോൾ അത് ഒട്ടിയിരിക്കാൻ വേണ്ടി ആദ്യം നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടയ്ക്കും. അപ്പോൾ ഇത് ഒട്ടിയിരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കത് പരത്തിയെടുക്കാം. നെക്സ്റ്റ് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അത്യാവശ്യം സോഫ്റ്റും ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്ടിയിട്ട് ചപ്പാത്തി മാവിൻ്റെ ഒന്ന് വാട്ടിയിട്ടിടാണെന്നുണ്ടെങ്കിൽ പത്തിരിയൊക്കെ പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അത്ര സോഫ്റ്റ് ചപ്പാത്തിക്ക് വേണ്ടെന്നുള്ളതാണ് ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്നത്. കുറച്ചൊരു ഓയിലോ നെയ്യൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കോക്കനട്ട് ഓയിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോഫ്റ്റ് ചപ്പാത്തി വേണമെന്നുള്ളവരൊന്ന് വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടും. പിന്നെ അതുപോലെ ഒരു ടിപ്പ് പറയുന്നത്, നമ്മൾ കാസറോളിലൊക്കെ ചപ്പാത്തി ആക്കി വയ്ക്കുന്ന സമയത്ത് അടിയത്തെ ചപ്പാത്തി ഈർപ്പം കാരണം നമുക്ക് കഴിക്കാൻ പറ്റാതെ ആവും. അപ്പോൾ അതിന് ചെറിയൊരു അടപ്പ് ഇതുപോലെ വെച്ചിട്ട് അതിന് മുകളിൽ ചപ്പാത്തി ഇടുകയാണെങ്കിൽ എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.